അതത് മൂന്നാം ഘട്ട തെരച്ചിലാണ്, അവസാനത്തെ തെരച്ചിലായിരിക്കും എന്ന് തന്നെയാണ് അധികൃതരടക്കം പറഞ്ഞിരിക്കുന്നത്. അവർക്ക് സാധ്യമായതെല്ലാം ചെയ്തു കഴിഞ്ഞു. കേരളത്തിനടക്കം ഡ്രഡ്ജർ എത്തിക്കുമെന്ന് പറഞ്ഞു, അതൊന്നും ഉണ്ടായില്ല. പക്ഷേ ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ എത്തിച്ച് അവരെ കൊണ്ട് ഏതൊക്കെ രീതിയിൽ സാധ്യമാകും ആ അസാധ്യമായ രീതിയിലൊക്കെ തെരച്ചിൽ നടത്തിയിട്ടുണ്ടെന്നാണ് കാരവാർ എസ് പിയും MLA യും പറയുന്നത്. ഇനി തിരച്ചിലുമായി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ നേരത്തെ സോണാർ പരിശോധനയിൽ CP4 പോയിന്റിൽ ഏകദേശം 30 മീറ്റർ അകലെയായി ഒരു ലോറി കണ്ടെത്തിയിട്ടുണ്ടെന്ന് തന്നെയാണ് ഈശ്വർ മാൽപേ പറയുന്നത്. അതിന്റെ ദൃശ്യങ്ങളടക്കം പകർത്തിയിട്ടുണ്ട്. ഈ ലോറി കണ്ടെത്തിയെന്ന വിവരം MLA യും സ്ഥിരീകരിക്കുന്നു. പക്ഷെ അത് അർജുൻ്റെ തന്നെയാണോ എന്ന സംശയം അവിടെയുണ്ട്. കാരണം മണ്ണിടിച്ചിൽ അന്നൊരു ടാങ്കർ ലോറിയും അർജുൻ്റെ ലോറിയുമാണ് ഒലിച്ചുപോയത്. അതുകൊണ്ട് തന്നെ ആരുടെ ലോറി എന്നൊരു സ്ഥിരീകരണം അടക്കം വേണ്ടി വരും. ഇതടക്കമുള്ള കാര്യങ്ങൾ വരും മണിക്കൂർ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. അലക്സ് മുഹമ്മദ് ജി, അലക്സ്, സാധ്യമായതെല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കർണാടക MLA യും SP യും അടക്കമുള്ളവർ. ഇപ്പോൾ നമുക്ക് അവിടെ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം, ഈ ലോറി കണ്ടെത്തിയെന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാകുന്നത് അർജുൻ്റേതാണ് എന്നതിന് എത്രത്തോളം സാധ്യതയുണ്ട് അലക്സ്? സുഹൈല, ആമുഖമായി MLA യും കാരവാർ SP യും പറയുന്നത് കേരളത്തിലെ ജനങ്ങളുടെ ആശ്വാസത്തിനായി കർണാടക സർക്കാർ കഴിയുന്നതെല്ലാം ചെയ്തു എന്നുള്ളതാണ്. അവർ ഗോവയിൽ നിന്നടക്കം വിട്ട് ഡ്രഡ്ജർ എത്തിച്ചുകൊണ്ടുള്ള പരിശോധന നടത്തുന്നെന്ന് അവർ പറയുന്നുണ്ട്. അവർ ആദ്യഘട്ടം മുതൽ അനുമാനിക്കുന്നത് ഈ കുന്നിടിഞ്ഞു വന്ന അതേ പ്രദേശത്തിനു താഴെ തന്നെ ഒരുപക്ഷെ ഈ ലോറി ഉണ്ടാകും എന്നുള്ളതാണ് അവരുടെ ആദ്യഘട്ടം മുതലുള്ള അനുമാനം. ആ തരത്തിൽ തന്നെയാണ് പരിശോധന ആദ്യഘട്ടം മുതൽ നടന്നതെന്ന് അവർ വ്യക്തമാക്കുന്നുണ്ട്. SP വലിയൊരു വിമർശനം കൂടി ഉന്നയിക്കുന്നുണ്ട്. കേരളത്തിൽ നിന്നെത്തിയ രഞ്ജിത്ത് ഇസ്രായേലാണ് ആദ്യം 3 ദിവസം ഈ തിരച്ചിലിനെ വഴിതെറ്റിച്ചത്, മിസ്ലീഡ് ചെയ്തതെന്നാണ് അദ്ദേഹം വിമർശിക്കുന്നത്. യഥാർത്ഥമായി കൃത്യമായി തന്നെ പ്ലാനോടുകൂടി കർണാടക സർക്കാരും കർണാടക പോലീസും അതുമായി ബന്ധപ്പെട്ട തിരച്ചിലും മറ്റു കാര്യങ്ങളും അവർ ഏകോപിപ്പിച്ചതാണ്. അവർ അത് നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിപ്പോഴും കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഏതാണ്ട് 85 ലക്ഷം രൂപ ചിലവാക്കിയാണ് അവർ ഈ ഡ്രഡ്ജർ ഇവിടേക്ക് എത്തിച്ച് തിരച്ചിൽ നടത്തുമെന്ന് അവർ വ്യക്തമാക്കുന്നുണ്ട്. ഇനി ഈ കണ്ടെത്തിയ ലോറിയുടെ കാര്യത്തിലേക്ക് വരാം. അത് അല്പം മുമ്പ്, ഏതാണ്ട് 1.5 മണിക്കൂറിന് മുമ്പാണ് ഈശ്വർ മാൽപേ ഈ ലക്ഷ്മണിന്റെ ചായക്കട ഉണ്ടായിരുന്ന അതിനു സമീപത്തായി ഒരു ലോറി തലകീഴായി കിടക്കുന്നത് അദ്ദേഹത്തിന്റെ ഈ മുങ്ങിയുള്ള തിരച്ചിലിൽ കണ്ടെത്തിയത്. അത് അദ്ദേഹം 2 പ്രാവശ്യം ഇറങ്ങി അത് സ്ഥിരീകരിക്കുകയും ചെയ്തു. ലോറി തലകീഴായി കിടക്കുന്ന സ്ഥിതിയാണ്. 2 ടയറുകൾ പുറത്തു നിന്ന് കാണാം എന്ന് അദ്ദേഹം പറഞ്ഞു. അതുമാത്രമല്ല, ഈ പ്രദേശത്ത് നിന്ന് ഈ മണിക്കൂറുകളിലും ഇന്നലെയും ഒക്കെയായി കൂടുതലായി ലഭിക്കുന്നത് അർജുന്റെ ട്രക്കിലെ ഭാഗങ്ങളാണെന്നുള്ളതാണ് പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന കാര്യം. അല്പം മുമ്പ് ഈ ഈശ്വർ മാൽപേ തന്നെ നടത്തിയ പരിശോധനയിൽ ഈ ലോറിയിൽ നിന്നുള്ള ഒരു തടിക്കഷണം കണ്ടെത്തിയിരുന്നു. അത് കൃത്യമായി മുറിച്ച തടിയാണ്, കൊണ്ടുവന്ന തടിയാണത്. അതും ലോറിയിൽ നിന്നുള്ളതാണ് എന്ന് ലോറി ഉടമ മനാഫ് തന്നെ തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഈ ലോറി, അതായത് ഈ കണ്ടെത്തിയ ട്രക്ക് അർജുന്റേതാണോ എന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. 2 മണിക്കൂറിനുള്ളിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഔദ്യോഗികമായി വിശദീകരിക്കാം എന്നാണ് കാരവാർ MLA ഇപ്പോൾ മാധ്യമങ്ങളോട് വിശദീകരിച്ചത്. സാധ്യമായ തിരച്ചിലും സാധ്യമായ പരിശോധനയും അവർ ഈ മണിക്കൂറിലും ഇവിടെ നടത്തും. അത് സ്ഥിരീകരിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴുമുള്ള ഒരു സംശയം, ആ സമയത്ത് അപകടം നടക്കുന്ന സമയത്ത് അർജുന്റെ ട്രക്കും അതുപോലെ ഒരു ടാങ്കറും ഇവിടെ ഉണ്ടായിരുന്നു. ടാങ്കറിന്റെ സിലിണ്ടർ വേർപെട്ട നിലയിലായിരുന്നു. അത് കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നിന്നാണ് സിലിണ്ടർ ലഭ്യമായത്. പക്ഷെ ആ ടാങ്കറിന്റെ മറ്റു ഭാഗങ്ങൾ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. ഇനി ആ ടാങ്കറിന്റെ ക്യാബിനോ അതിന്റെ ടയറോ മറ്റോ ആണോ അദ്ദേഹം കണ്ടത് എന്നുള്ള കാര്യവും, അതല്ല എങ്കിൽ അത് അർജുന്റെ വാഹനം തന്നെയാണോ എന്നുള്ള കാര്യം സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഇനി അർജുന്റെ വാഹനമാണ് എങ്കിൽ ആ ലോറിയിൽ നിന്നുള്ള മറ്റു എന്തെങ്കിലും വസ്തുക്കൾ, അതായത് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്ന മറ്റെന്തെങ്കിലും വസ്തുക്കൾ കണ്ടാൽ അത് ലോറി ഉടമ മനാഫിന് സ്ഥിരീകരിക്കാൻ സാധിക്കുമെന്ന് മനാഫും വ്യക്തമാക്കുന്നുണ്ട്. ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നിലേക്കാണ് ഈ ഷിരൂരിലെ പരിശോധന, ഷിരൂർ ദൌത്യം 3ാം ഘട്ടത്തിലേക്ക് കടന്നിട്ടുള്ളത്. ഈ മണിക്കൂറുകളിൽ പ്രധാനപ്പെട്ട ലീഡുകൾ ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്, ആ സംശയങ്ങൾ ലഭിക്കുന്നുണ്ട്, സൂചനകൾ ലഭിക്കുന്നുണ്ട്. നേരത്തെ ഈശ്വർ മാൽപേ തന്നെ 3ാമത് ഈ സ്ഥലത്ത് തന്നെ മുങ്ങാങ്കുഴിയിട്ട് അദ്ദേഹം മൊബൈലിൽ കുറച്ച് ചിത്രങ്ങൾ പകർത്തിയിരുന്നു. പക്ഷെ അത് അത്ര വിസിബിൾ അല്ല, അതിന്റെ കാഴ്ച അത്ര പോരാ എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ അതിന്റെ കൂടുതൽ ചിത്രങ്ങൾ, അടിത്തട്ടിൽ നിന്നുള്ള കൂടുതൽ ചിത്രങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. അതല്ല എങ്കിൽ ആ വാഹനത്തിൽ നിന്നുള്ള ഏതെങ്കിലും ഭാഗങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. അങ്ങനെ അത് സ്ഥിരീകരിക്കാൻ സാധിക്കും. അങ്ങനെ സ്ഥിരീകരിക്കാൻ സാധിച്ചാൽ 2 മണിക്കൂറിനുള്ളിൽ അത് മാധ്യമങ്ങളോട് പറയും, ഔദ്യോഗികമായി വിശദീകരിക്കും എന്ന് കാരവാർ MLA യും കാരവാർ SP യും അടക്കമുള്ളവർ പറയുന്നു. അർജുന്റെ മാത്രമല്ല, മറ്റ് 2 പേരെ കൂടി, ഈ പ്രദേശവാസികളായ 2 പേരെ കൂടി കണ്ടെത്താനുണ്ട്. എല്ലാവർക്കും വേണ്ടി ഏറ്റവും ആത്മാർത്ഥമായ ഇടപെടൽ കർണാടക സർക്കാർ നടത്തിയിട്ടുണ്ട്. എല്ലാവരും സഹകരിക്കണം എന്നാണ് അവർ വ്യക്തമാക്കിയത്. എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉന്നത ഉദ്യോഗസ്ഥർ അടുത്ത മണിക്കൂറുകളിൽ കൂടി ഇവിടെ തുടരാൻ സാധ്യതയുണ്ട്. 2 മണിക്കൂറിനുള്ളിൽ അത് സംബന്ധിച്ച ധാരണയുണ്ടാകും, അത് സംബന്ധിച്ച ഒരു വ്യക്തതയുണ്ടാകും. മഞ്ചേശ്വരം MLA KM അഷ്റഫ്, അദ്ദേഹവും രാവിലെ മുതൽ തന്നെ ഇവിടെയുണ്ട്. അദ്ദേഹവും ഈശ്വർ മാൽപേക്കൊപ്പം ഇക്കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് വൈകുന്നേരം ഇതുമായി ബന്ധപ്പെട്ട സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനുള്ള ഒരു അവലോകന യോഗം ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത് മഞ്ചേശ്വരം MLA നമ്മളോട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ സ്ഥിരീകരണം വന്നില്ല എങ്കിൽ ഒരുപക്ഷെ വൈകുന്നേരം അങ്ങനെ ഒരു അവലോകന യോഗം കൂടി നടക്കും. അങ്ങനെ അവലോകന യോഗം കൂടി ആ കാര്യങ്ങൾ കൂടി വിശദീകരിക്കും.
ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ തിരച്ചിൽ ഒരുപക്ഷെ കഴിയുന്നത് വരെ ഈ ഡ്രഡ്ജർ ഇവിടെ തുടരാനുള്ള സാധ്യതയുണ്ട്. കാരണം 10 ദിവസത്തേക്ക് ഒരുപക്ഷെ തിരച്ചിൽ ഇവിടെ തുടരും എന്ന ഉത്തര കന്നഡ കളക്ടർ 24 വ്യക്തമാക്കിയിരുന്നു. 3 ദിവസത്തേക്കാണ് ഇതിന്റെ കരാർ എന്ന ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നെങ്കിലും അത് അങ്ങനെയല്ല. 10 ദിവസം വരെ ഒരുപക്ഷെ ആ തിരച്ചിൽ തുടർന്നേക്കാൻ ഉള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അപ്പോഴും ഈ ഡ്രഡ്ജറിന്റെ പ്രവർത്തനക്ഷമത സംബന്ധിച്ച് സംശയങ്ങൾ ഉയരുന്നുണ്ട് സുഹൈൽ. കാരണം ഈ ഡ്രഡ്ജറിന് താഴെ നിന്ന് കോരാനാകുന്ന അല്ലെങ്കിൽ അതിന്റെ യന്ത്രക്കൈക്ക് താഴേക്ക് പോകാനാവുന്നതിന് പരിമിതിയുണ്ട്. കഷ്ടിച്ച് 5 ചില്ലറ മീറ്റർ മാത്രമാണ് ആ ഡ്രഡ്ജറിലുള്ള ഹിറ്റാച്ചിയുടെ യന്ത്രക്കൈയുടെ നീളം. അതുകൊണ്ട് എത്രമാത്രം താഴേക്ക് എത്തി മണ്ണും മണലും ചെളിയും കല്ലും ഒക്കെ നീക്കം ചെയ്യാൻ സാധിക്കുമെന്നുള്ള കാര്യം സംശയമാണ്. ആ കോണ്ടാക്ട് പോയിന്റ് 4-ൽ അത്തരത്തിൽ നടത്തിയ പരിശോധനയിൽ അവർക്ക് പല പരിശോധനയിൽ പോലും, അതായത് 1ഉം 2ഉം തവണയൊക്കെ താഴെ പോയി വന്ന് വെറും വെള്ളം മാത്രം ആ യന്ത്രക്കൈ പൊക്കിക്കൊണ്ട് വരുന്നത് കണ്ടതാണ്. ഇപ്പോൾ ഒരു പ്രതിസന്ധിയുള്ളത് ഒരു വേലിയേറ്റ സമയമാണ്. രാവിലെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ജലനിരപ്പ് ഗംഗാവലി പുഴയിൽ ഉണ്ട് എന്നുള്ളതാണ്. അതൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഈ കോരിയ മണ്ണ് അത് കൊണ്ട് മറ്റിടത്തേക്ക് നിക്ഷേപിക്കുന്ന